സ്കൂൾ ജീവിതത്തിൽ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല. കോപ്പി അടിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ സെമിനാരിയിൽ ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് കോപ്പി പേസ്റ്റ് നടത്താറുണ്ട്. ആരെങ്കിലുമൊക്കെ എഴുതിയത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ സ്വകാര്യം പറച്ചിൽ അതൊരു കോപ്പി അടിയാണ്. എല്ലാ ദിവസവും ഗോസ്പൽ അതിനെക്കുറിച്ച് ഉള്ള കമൻട്രീസൊക്കെ വായിക്കും. ചിലപ്പോൾ ചില കഥകൾ അങ്ങനെ തന്നെ എടുക്കും, ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഇൻസ്പയർ ചെയ്യും. അങ്ങനെയാണിത് പറയുന്നത്. സ്വന്തം അല്ലാതെ കോപ്പി അടിയാണ്. നമ്മുടെ പത്രോസ് പോലും കോപ്പി അടിച്ചിട്ടാണ് റാങ്ക് മേടിച്ചത്. ഇന്നത്തെ ഗോസ്പലിൽ അതാണ്. ഈശോ ഒരു മിഡ് ടേം എക്സാം നടത്താണ്. ആദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചേ മറ്റുള്ളവർ എന്ത് പറയുന്നു, ശിഷ്യന്മാർ മറുപടി പറയുന്നുണ്ട്. പിന്നീട് ചോദിച്ചത് വളരെ പേഴ്സണൽ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എന്ത് പറയുന്നു എന്നെക്കുറിച്ച്, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യനാണ്. പത്രോസ് ചാടിക്കൊരു ഉത്തരം പറയുന്നുണ്ട്. പത്രോസിന് A+ കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസ് നീ ഇത് കോപ്പി അടിച്ചാണ്. ഇത് സ്വർഗത്തിലെൻ്റെ അപ്പം നിനക്ക് തന്നതാണ്. മാംസരക്തങ്ങളല്ല, നിൻ്റെ കഴിവൊന്നുമല്ല, ഇത് സ്വർഗം തന്ന. ഈ ഭൂമിയിലുള്ള എല്ലാ പ്രഘോഷകരും കോപ്പി അടിക്കുന്ന ആൾക്കാരാണ്. അവർ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും കോപ്പി അടിക്കുകയാണ്, അവരുടെ സ്വന്തമല്ല. ഇനി ആരെങ്കിലും സ്വന്തം കഴിവിൽ നിന്ന് സ്വന്തം ബുദ്ധി കൊണ്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അതവർക്ക് സാത്താൻ കൊടുക്കുന്നതാണ്. ഇത് ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നതാണ്. പത്രോസ് ഈശോ തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയാം, തടയാണ് ഈശോനെ. ഈശോ പറഞ്ഞാൽ എന്താ, സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ്. വചനം പറയാൻ എൻ്റെ കഴിവും എൻ്റെ ബുദ്ധിയും പ്രതിബന്ധങ്ങളാണ്.